അവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അവന്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂടുമാറാവണമേ. പൂർണ്ണതയുടെ പര്യായമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു. ആ സമുദ്ര സാമാന്യമായ കാരുണ്യക്കരയിൽ നിന്നും പറഞ്ഞറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അഖിലത്തിനും അനുഗ്രഹമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തേക്ക് യാത്രയാക്കിയത്. മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കുമെല്ലാം അനുഗ്രഹമാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു അവിടുത്തെ ജീവിതം. സഹജീവികളോടും മിണ്ടാപ്രാണികളോടും അവിടുന്ന് കാരുണ്യം കാണിച്ചിരുന്നു. കാരുണ്യത്തിൻ്റെ വാക്കുകളാൽ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചു. 7-ാം നൂറ്റാണ്ടിലെ പദവികൾക്ക് കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ബാലപാഠം പകർന്നു കൊടുത്തത് തിരുനബിയാണ്. പിറക്കുന്ന കുഞ്ഞു പെൺകുഞ്ഞായി പോയാൽ ജീവനോട് കുഴിച്ചുമൂടി അഭിമാനം തിരിച്ചു പിടിച്ചിരുന്നവർ, ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരിൽ ചോരി തിരിഞ്ഞ് ചോര ചിന്തിയിരുന്നവർ, കള്ളും പെണ്ണും കൊലവിളിയുമായി ഊരി ചുറ്റിയിരുന്ന കാട്ടാളന്മാർ, അഹങ്കാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും മനസ്സുള്ള മനുഷ്യർക്കിടയിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായ സമയത്ത് അജ്ഞത കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും മനസ്സ് മരവിച്ചു പോയ ആ സമൂഹം പിറന്നു വീഴുന്ന കുഞ്ഞു പെൺകുഞ്ഞിനെ മണ്ണിട്ട് മൂടുമ്പോൾ മകളായ ഫാത്തിമ അള്ളാഹുവിനെ മടിയിലിരുത്തി പ്രവാചകന്റെ ഇംതങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഫാത്തിമ, നീ എൻ്റെ കരളിന്റെ കഷ്ണമാണെന്നാണ്. സ്ത്രീയെ മാനിക്കണമെന്നും കരുണ കാണിക്കണമെന്നും ആ ജനതയോട് പ്രവാചകർ ഉപദേശിച്ചു. ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല. അറുപമൃഗങ്ങളോടും മിണ്ടാപ്രാണികളോടും ദയ കാണിക്കാനും ഒരു ജീവിയെയും ഉപദ്രവിക്കരുതെന്നും ഒരു ജീവിയെയും തീ കൊണ്ട് നശിപ്പിക്കരുതെന്നും അവിടുന്ന് പഠിപ്പിച്ചു. കാരുണ്യവും സ്നേഹവുമാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശം. ഒരിക്കലും ഒരു കുട്ടി പ്രവാചകർക്ക് മുന്നിൽ ഹാജരാക്കി. ഈന്തപ്പന മരത്തിൽ കല്ലെറിഞ്ഞതായിരുന്നു ആ കുട്ടിയുടെ പേരിലുള്ള പരാതി. മരത്തിൽ കല്ലെറിഞ്ഞതിന് വിധി കൽപ്പിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും തോട്ടത്തിന്റെ ഉടമ ആ കുട്ടിയെ പ്രവാചകർ മുമ്പിൽ ഹാജരാക്കി. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ ബാലനെ കാരുണ്യത്തിന്റെ റസൂൽ അവിടത്തേക്ക് അടുപ്പിച്ച് പിടിച്ച് തലയിൽ തലോടി. ഈത്തപ്പന മരത്തിൽ കല്ലെറിയതെന്ന് അവിടുന്ന് പറഞ്ഞു. എറിഞ്ഞാൽ ആ മരം പിന്നെ ഭയം തല്ലെന്നും അവന് സൗമ്യമായി ഉപദേശിച്ചു. പ്രവാചകരുടെ സ്നേഹമസൃണമായ പെരുമാറ്റം ആ കുട്ടിയെ സന്തുഷ്ടനാക്കി. ഒരിക്കലും മരത്തിൽ കല്ലെറിയില്ലെന്ന് പ്രതിജ്ഞ എടുത്തതോടെയാണ് ആ കുട്ടി തിരിച്ചുപോയത്. ഇങ്ങനെ പ്രവാചകർക്ക് മുമ്പിൽ വിധി തീർപ്പാക്കാൻ വന്നവർ നിറഞ്ഞ മനസ്സോടെയാണ് അവിടുന്ന് തിരിച്ചു പോകാറുള്ളത്. അവിടുത്തെ മഹത്തായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അത്. ആ തിരുജീവിതം മാതൃകയാക്കാം നാം എല്ലാവരും പരിശ്രമിക്കണമെന്ന് നിർത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് ത്വഹ അനസ് അൻവർ സംഘഗാനം.